ഈ വിശുദ്ധമായ ഖുർആൻ ഈ ഭൂലോകത്ത് വന്നതിന്റെ ഉത്ഭവത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം, അറിയണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ലോകത്തേക്ക് വിശുദ്ധമായ ഖുർആൻ വന്നതെന്നറിയുമോ? കേട്ടോളിൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം, അതായത് നുബുവത്ത് ലഭിക്കുന്നതിന് അല്പം മുമ്പായി നബി തങ്ങൾക്ക് പല സ്വപ്നങ്ങൾ കാണുകയും അവ പ്രഭാതം പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രഭാതമാകുമ്പോൾ യാഥാർത്ഥ്യമായി പുലരുകയും പതിവായിരുന്നു. അങ്ങനെ തുടർന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒക്കെ വേറിട്ട് ഏകാന്തവാസം ചെയ്യുവാൻ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആഗ്രഹം തോന്നുകയുണ്ടായി. അതനുസരിച്ച് അവിടുന്ന് മക്കയുടെ അടുത്തുള്ള ഹിറാ ഗുഹയിൽ പോയി ധ്യാനനിരന്തനായിരിക്കുമ്പോൾ അവിടുന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിന് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ്. ആ സ്വപ്നങ്ങൾ പ്രഭാതമാകുമ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമാകുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് ഒരു ഏകാഗ്രതനായിരിക്കുന്നതിന് വേണ്ടി മക്കയുടെ അടുത്തുള്ള ഹിറാ ഗുഹയിൽ പോയി ഇങ്ങനെ ധ്യാന നിരന്തനായിരിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ സ്മരണകളുമായിട്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഹിറാ ഗുഹയില് കുറേ ഭക്ഷണവും വെള്ളവും എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂൽ ഹിറാ ഗുഹയിൽ പോയിരിക്കുമായിരുന്നു. അത് തീരുമ്പോൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് പിന്നെയും വെള്ളവും ഭക്ഷണവും എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂല് അവിടുന്ന് ഹിറാ ഗുഹയിൽ പോയിരിക്കുമായിരുന്നു. മുഅ്മിനീങ്ങളെ, ഇത് അള്ളാന്റെ റസൂൽ ഈ ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പുള്ള അള്ളാന്റെ റസൂലിന്റെ രീതികളായിരുന്നു. പ്രിയപ്പെട്ടവര്, മനസ്സിലാക്കണം, ആ ഹിറാ ഗുഹയിൽ അള്ളാഹുവിന്റെ അള്ളാന്റെ സ്മരണയിലായിട്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ കഴിഞ്ഞുകൂടുമായിരുന്നു. അങ്ങനെ ധ്യാന നിരന്തരായി ഇങ്ങനെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അള്ളാഹുവിന്റെ സ്മരണകളിലായി. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂലിന്റെ ഒരു രീതിയായിരുന്നു. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധമായ ഖുർആൻ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് എപ്പോഴാണ്? 40 വയസ്സായപ്പോഴാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ 40 വയസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ 40 വയസ്സെത്തിയിട്ടും അവൻ നന്നായില്ല എങ്കിൽ അവൻ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിനു മുമ്പുള്ള പ്രായം പക്വതയാകുന്ന ഒരു പ്രായം, അവന്റെ ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കും. ആ അപാകതകൾ സംഭവിക്കുമ്പോൾ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ് അവർക്കൊരു പ്രോത്സാഹനമല്ല നൽകിയത്. എന്ന് പറഞ്ഞ് 40 വയസ്സ് കഴിയുമ്പോൾ അവരുടെ തൗബ സ്വീകരിക്കത്തില്ല എന്നുമല്ല പറഞ്ഞത്, തൗബ സ്വീകരിക്കും. പക്ഷേ പിന്നീട് 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതത്തിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കണം, മാറ്റങ്ങളൊക്കെ വരുത്തണം. നമ്മൾ മനസ്സിലായോ? അള്ളാഹുവിലേക്ക് കൂടുതലായി നമ്മൾ അടുക്കണം, പരിശുദ്ധമായ ദീനുമായി നമ്മൾ കൂടുതൽ അടുക്കണം, പരിശുദ്ധമായ ഇബാദത്തുകളുമായി നമ്മൾ കൂടുതൽ അടുക്കണം. അങ്ങനെ അടുക്കാത്തവൻ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. കാരണം ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത് 40 വയസ്സാകുമ്പോഴാണ്. ഒരു മനുഷ്യന് പക്വതയാകുന്നത് 40 വയസ്സാകുമ്പോഴാണ്. അപ്പൊ നബിതങ്ങൾ 40 വയസ്സ് വരെ പ്രവാചകനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 40 വയസ്സായപ്പോഴാണ് അള്ളാന്റെ റസൂലിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ കൊടുത്തത്. ഇന്ന് പലരും പറയൂല്ലേ, ചെറുപ്രായത്തിലെ വിശുദ്ധമായ ഖുർആന്റെ അർത്ഥം എന്തേ ഉസ്താദെ മദ്രസകളിൽ പഠിപ്പിക്കാത്ത എന്ന് ചിലർ പറയും. എടോ, വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങള്, അതിന്റെ ആശയങ്ങളെ ഗ്രഹിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പക്വതയും അതിനനുസരിച്ചുള്ള ബുദ്ധിയും വേണം. ഇന്ന് 50 വയസ്സെത്തിയവന് പോലും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല.
ചിന്തിക്കണം നമ്മുടെയൊക്കെ ഈമാന്. അപ്പൊ ചിന്തിക്കണം, നിന്നെക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളോട് വിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? ഇന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു 50 വയസ്സെത്തിയവനോട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്താൽ, വിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവൻ അംഗീകരിക്കാത്തവനാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാണ് എല്ലാ മനുഷ്യർക്കും അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവൻ തെളിയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.